പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ആസ്പെറ്റോസിൻ്റെ പൈപ്പ്, അതായത് സിമെൻറ്റിൻ്റെ പൈപ്പിൽ പിന്നെ പല വിധ ചെടികളാണല്ലോ നട്ടിരുന്നത്. അതൊക്കെ മാറ്റിയിട്ട് ഈ ഒരു പുല്ല് ചെടിയാണ് നമ്മൾ നടുന്നത് കേട്ടോ. ഒരേ ഇതിലാവുമ്പോൾ നമുക്ക് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. കണ്ടില്ല? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് നന്നായി ഒന്ന് ഇവിടെ ചളിയായിട്ടുണ്ട്, അതൊക്കെ കഴുകി കളയണം. ഒരു റൗണ്ട് ഷേപ്പിലാവുമ്പോൾ നമുക്കിത് ഒരേ ലെവലിൽ എല്ലാതും കൊണ്ട് ഒരേ തൂണുമ്പോൾ തന്നെ ഒന്നായിട്ട് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ പലതും പല ചെടികളായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് ഫുള്ള് എല്ലാ പൈപ്പിലും അതായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ പൈപ്പിലുള്ള ചെടികളൊക്കെ പറിച്ച് വേറെ ചട്ടിയിലേക്ക് നട്ടിട്ട് ഇപ്പോൾ നമ്മളത് ഉണ്ടാക്കി കേട്ടോ. ഒക്കെ ഒരേ മാതിരിയുള്ള ചെടികളാണ് ഇപ്പോൾ നമ്മൾ ഈ പൈപ്പിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പുല്ലിന് ഒരു ഉണക്കത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കുറച്ച് വൈകി നനയ്ക്കാനും. അപ്പോൾ അത് ഈ പൈപ്പൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ നനച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പുതിയൊരു വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. ഇന്നിപ്പോൾ 4 പൂവാണുള്ളത് കേട്ടോ, 2 ചെറുതും 2 വലുതും. അപ്പോൾ ഡെയിലി ഇപ്പോൾ 4 പൂവ് അതിൽ കൂടുതലുണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പൂവ് ഇത് വെള്ളത്തിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോയി. കണ്ടില്ലേ? അപ്പോൾ ഇന്ന് 5 പൂവാണ് വിരിഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നല്ല റിസൾട്ട് തന്നെയാണ് ഈ ആമ്പലിന് കിട്ടുന്നത് കേട്ടോ. 5 പൂവാണ് ഇവിടെ. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിൽ ഇതിപ്പോൾ പൂവ് കഴിഞ്ഞതാണ് കേട്ടോ. ഇത് കണ്ടില്ല? പൂവിൻ്റെ കാലാവധി കഴിഞ്ഞാൽ ഇതിങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ താന്ന് കണ്ടില്ലേ? അപ്പോൾ ഇനി അത് കായാവാണ്ട്. ഇതിൻ്റെ അടിയിൽ ഇവിടെ ഒന്ന് ഉണ്ട്, അതിങ്ങനെ ഇതിമെന്ന് കായായിട്ട് ചെറിയ തൈകൾ ഞെയ്യുന്നുണ്ടാവും കേട്ടോ. അല്ലാതെ തന്നെ വേറെ ഇതിമെന്ന് തന്നെ പൊട്ടി മുളച്ച് വേറെ തൈകളുണ്ട്, ധാരാളം മുട്ടുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ 5 പൂവാണെന്നുള്ളത് കേട്ടോ. 1 2 അടിയിൽ, ഇവിടെ 3 കണ്ടില്ലേ? ഇവിടെ 4 പിന്നെ ഇപ്പോൾ ഇത് നാളെ വിരിയും കേട്ടോ. ഇതൊക്കെ നാളെ വിരിയുന്നതാണ്. അപ്പോൾ നമ്മൾ ആ പൂവ് വെള്ളത്തിൻ്റെ അടിയിലുള്ളത് നമ്മൾ കാണാതെ പോയതുകൊണ്ടാണ് അതങ്ങനെ നിവർന്ന് വെക്കാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത് ഇതൊക്കെ നമ്മളെന്നും കാണിക്കണതാണ്. അതിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അത് പൂവുണ്ടാവണില്ല എന്നുള്ളത് പറയാനുള്ളൂ. പിന്നെ ഈ തെച്ചിൻ്റെ ഒക്കെ പൂവ് തീർന്ന് അതിനനുസരിച്ച് വേറെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അത് എപ്പോഴും പൂവാണ്. പിന്നെ പൂവ് കൊഴിഞ്ഞ സമയമല്ല, നമുക്കത് വെട്ടാൻ പറ്റണില്ല. പൂവ് തീർന്നാലല്ല ഒന്ന് വൃത്തി റൗണ്ട് ഷേപ്പ് ആക്കാൻ പറ്റുള്ളത്. അതിന് നമുക്ക് പറ്റണില്ല കേട്ടോ. അപ്പോൾ തന്നെ അത് വേറെ പൂവുണ്ടാവും. അപ്പോൾ നമുക്കത് വെട്ടി ഇതാക്കാനൊന്നും പറ്റണില്ല. വേണ്ടില്ലേ? നിറയെ പൂക്കളാണിത്. ഇതെപ്പോഴും ഇങ്ങനെ ഏത് സമയത്തും ഇതിങ്ങനെ പൂക്കളാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പഴയ വീഡിയോയിലൊക്കെ നോക്കിയാൽ കാണാം. നമ്മളിപ്പോൾ ഇതൊരു വർഷമായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇതേമാതിരി പൂവാണ്. പിന്നെ ഒരു ദിവസം ഇതിൽ ഒഴിവില്ല കേട്ടോ. അപ്പോൾ നമുക്കത് ഒന്ന് റൗണ്ട് ഷേപ്പാക്കി വെട്ടി കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ഭംഗിയിൽ തന്നെയാണ് അതുണ്ടാവുന്നത് കേട്ടോ. വേണ്ടില്ല? അടിഭാഗത്തൊക്കെ ഇല പൂവ് കരിഞ്ഞിട്ടുണ്ട്. അതുതന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക, പൂവ് പോയത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിന് സമയം കിട്ടാത്തത് കൊണ്ട് അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഇങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനൊരു ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ കത്രിക കൊടുന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ പൂവ് വെട്ടാൻ, പഴയത് പൂവ് വെട്ടാൻ. പിന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലൊരു ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു പുല്ലാണ്.
നമ്മളെ പച്ച ഈ പുല്ലിൻ്റെ ഡിഫറെൻറ്റ് കളറാണ് അത്. ഇതൊരു വയലറ്റ് കളറായിട്ട് ഇതെങ്ങനെ ഉണ്ടാവും ഇതിൽ വെച്ചാൽ നമ്മളിപ്പോൾ ഇത് നട്ടിട്ടുള്ളൂ. നമ്മൾ ഒരു 2 കമ്പ് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ചട്ടിയിൽ നട്ടിട്ട് ഇതിലേക്ക് ഇപ്പോൾ പറിച്ച് നട്ടാണ്ടോ. ഇനി പുറത്ത് ഇതൊന്നും പിന്നെ കളകളല്ല കേട്ടോ, നമ്മളിത് ചീരയാണ്, അതുകൊണ്ടാണ് പറിച്ച് കളയാത്തത്. അല്ലെങ്കിൽ നമ്മളിത് ഇവിടുന്ന് പറിച്ച് കളയും, പുല്ലാണ്. ഇത് ചീരയാണ്. അപ്പോൾ ഇത് നമ്മളിനി ഇതിൻ്റെ അതിങ്ങനെ വെട്ടി കൊടുത്തിട്ട് നമ്മളൊന്ന് ഷേപ്പാക്കും കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വരണുള്ളൂ. ഇത് കുറച്ചായിട്ടുള്ളൂ ഇപ്പോൾ അത് ഉണ്ടാക്കിയിട്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ ചട്ടിയിൽ ഈ ഒരു ഇലച്ചെടി ചട്ടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ചട്ടിയിലാക്കിയത് ഇങ്ങനെ നല്ല തിക്കായിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് വെട്ടി കൊടുത്തൊരു റൗണ്ട് ഷേപ്പിലാക്കി ഇങ്ങനെ നിർത്തിയാൽ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ യൂഫോർബിയ അതിങ്ങനെ അങ്ങനെ ചെയ്താണ് കേട്ടോ. ഇത് വളരാൻ സമ്മതിക്കാതെ നമ്മളൊരു ചട്ടീൻ്റെ ആ ഷേപ്പിൽ തന്നെ ഇങ്ങനെ നിർത്തിയിട്ട് ഇതാക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ചെടി ഇനി അങ്ങനെ ആക്കാനുള്ളതാണ് കേട്ടോ. ഇതൊന്നും വല്ലാതെ ഉയർന്ന് പൊങ്ങി വളരാതെ പിന്നെ ആക്കിയിട്ട് നിർത്താനുള്ളതാണ്. അതിൻ്റെ ആ തൂമ്പ് വരുന്നൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പാക്കി നിർത്തും. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പിന്നെ വലിയൊരു ഇത് നമ്മളെടുത്തുണ്ട്, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ വലിയ തൈയാണ് കേട്ടോ. ഇതിൻ്റെ കളറ് വേറെയാണ്. ഇലയൊക്കെ അടിയിലുള്ള ഇലൻ്റെ അരിയൊക്കെ ചുവപ്പ് കളറായി വരും കേട്ടോ. അതിപ്പോൾ ആ പുതിയ ചട്ടിക്ക് മാറ്റിയിട്ട് ഇങ്ങനെ ഉഷാറായി വരുന്നുള്ളത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇത് നല്ല ഉയർന്ന് പൊങ്ങി വലുതായ ഒരു മരത്തിൻ്റെ മാതിരി ഇങ്ങനെ വെക്കണം. ഒരു ശല്യമില്ലാതെ പിന്നെ പൊങ്ങി വളരുന്നതാണ്. പക്ഷെ നമ്മളിത് ചട്ടിയിൽ തന്നെ ഇവിടെ ഇങ്ങനെ നിലനിർത്തിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരിതുണ്ട്. ഇത് നമ്മൾ എല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ നിർത്തിക്കുകയാണ്. ഇത് കണ്ടില്ലേ, ഇത് ഒരു ദിനം നമ്മൾ കട്ട് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ പുതിയ കുറേ കമ്പുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്കിതിങ്ങനെ ഒരു തിക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ തൂമ്പൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തു, അല്ലാതെ ഉയർന്ന് പൊങ്ങാതിരിക്കാൻ കേട്ടോ. ഇത് നമുക്ക് ഇൻഡോറാക്കി വെക്കാം. ഇൻഡോറാക്കി വെച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഉണ്ടാവണ പുതിയ തളിരൊക്കെ പിന്നെ പച്ച കളറെല്ലാം കേട്ടോ. അപ്പോൾ നമുക്കിത് വെറും പച്ച കളറായിട്ടേ ഇത് കിട്ടുള്ളൂ. ഇത് വെയിൽ കൊള്ളുന്നിടത്ത് വെച്ചാലാണ് ഈ മഞ്ഞ കളർ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതൊരു പുതിയ ഒരു ചെടി നമുക്ക് കിട്ടിയതാണ്. വേണ്ടിയത് ഇതിൻ്റെ പിന്നെ ഇത് നമ്മൾ നിലത്ത് നടുകയാണെങ്കിൽ ഇത് നല്ല ഉഷാറായിട്ട് വളരും കേട്ടോ. പക്ഷെ അങ്ങനെ പൊങ്ങി വളരാൻ അയക്കാതിരിക്കാനാണ് നമ്മളിതിങ്ങനെ ഈ ഒരു ചട്ടിയിലിത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻറ്റ് കളറാണിത്. പിന്നെ പിന്നെ മഞ്ഞ ഇലമ്മ വെള്ള ഷെയ്ഡാണിതുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇത് പച്ചമ്മ വെള്ളമല്ല, ഒരു റോസ് കളറാണിത്. ഇത് രണ്ടിനും 2 വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഒപ്പം നിൽക്കുമ്പോഴാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ പുതിയതായിട്ട് നട്ടുകൊണ്ടാണ് ഇതിപ്പോൾ ഒരു ഉഷാറില്ലാതെ നിൽക്കുന്നത് കേട്ടോ. ഇത് പിന്നെ നല്ല കളറുണ്ടാവും. ഇതിൻ്റെ ഇലക്ക് പല കളറുണ്ടാവും. ചുവപ്പ്, പിന്നെ ബ്ലാക്കും പിന്നെ റോസൊക്കെ പാടായിട്ട് നല്ലൊരു വലിയ ഇല ആണ് ഇതിൻ്റെ. ഒരു 1/2 മീറ്ററൊക്കെ വലുപ്പമുള്ള ഇലകളാണ് ഇതിനുണ്ടാകുക. പിന്നെ ജർബറ, നമ്മളാ പൈപ്പ് ആസ്പെറ്റോസിൻ്റെ സിമെൻറ്റ് പൈപ്പ് ഉണ്ട് അറിയില്ലേ, അവിടുന്ന് പറിച്ച ചെടിയാണ് കേട്ടോ. അത് നമ്മൾ ചട്ടിയിലും കണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പറിച്ച് പറഞ്ഞിട്ട് നമ്മൾ ഏത് ചെടി ഒഴിവാക്കണില്ല കേട്ടോ. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ചില ചെടികൾ ചില സ്ഥലത്ത് നന്നാവില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്തത് അത് പറിച്ചിട്ടാണ് കളയുന്നത്. അത് കളയാൻ പാടില്ല. നമ്മൾ എത്ര ഇതുണ്ടെങ്കിലും നമ്മൾ അതിനൊരു സ്പേസ് കൊടുത്താൽ ചെടി കളയാതെ നിൽക്കണം കേട്ടോ. അതാണ് നമ്മളൊരു ചെടീനെ സ്നേഹിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത്. നമ്മൾ ചെടികളൊന്നും നമ്മൾ പിന്നെ അത് ചില സ്ഥലത്ത് നന്നാവില്ല. അപ്പോൾ നമ്മളത് പിന്നെ മാറ്റി നട്ടു കൊടുക്കണം. ഇതിപ്പോൾ അവിടുന്ന് ആ പൈപ്പിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ. അങ്ങനെ പറിക്കണ ചെടികളൊക്കെ നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതും പറിച്ചതാണ്. അങ്ങനെ പറിച്ചത് ഇതൊക്കെ നമ്മൾ പിടിക്കോളം നമ്മൾ തണലിൽ വെക്കും കേട്ടോ. അങ്ങനെ തണലിൽ വെച്ചിട്ട് പിന്നെ അത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മളത് അവിടുന്ന് മാറ്റി കൊടുക്കും. അത് പിന്നെ അല്ലാതെ നമ്മൾ അത് അവിടെ ശരിയാവണം ചെയ്തിട്ട് പറിച്ച് നമ്മൾ ദൂരെ കളയണില്ല. നമ്മൾ അത് എപ്പോഴും ഇങ്ങനെ പിന്നെ ഏത് ചെടി നിലനിർത്തി കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യൽ കേട്ടോ. അതിന് 1-2 ചെടി ഉണ്ടെങ്കിൽ നമ്മൾ ആ ചെടി നമ്മൾ പിന്നെ കെയർ ചെയ്ത് നമ്മൾ നല്ല ഉഷാറാക്കിയിട്ട് പിന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്. ഇത് ഓർക്കിഡ് ഇപ്പോൾ
പുതിയത് നല്ലൊരു ഭംഗിയുള്ള ഓർക്കിഡാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ, ഇതിങ്ങനെ ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ അപ്പുറത്ത് അത് നീലയാണ് കേട്ടോ. നീല പിന്നെ ഒരു ബീറ്റ്റൂട്ടിൻ്റെ കളറാണിത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ പിന്നെ ഇതാവുന്നുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ കാലാവധി തീർന്നതാണ് കേട്ടത്. ഇത് ഒരുപാട് ആയിപ്പോൾ 2-3 മാസം 4 മാസത്തിൻ്റെ അടുത്തായി ഇതുണ്ടായിട്ട്. അപ്പോൾ ഇപ്പോഴാണ് അത് പോയത് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇത് കുറേ ഈ ചെടിയൊക്കെ ഉണ്ടാകുന്നത്. ഈ ഓർക്കിഡിൻ്റെ ഇത് പറഞ്ഞാൽ എല്ലാ ചെടികളും ഇപ്പോൾ നമുക്ക് തൈകളുണ്ടാവുന്നുണ്ട് കേട്ടോ. ഓർക്കിഡിന് ഒരു തൈ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ പെട്ടെന്ന് തൈകളൊന്നും ഉണ്ടായി കിട്ടാത്തൊരു ചെടിയാണ് ഈ ഓർക്കിഡ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ നമ്മളിവിടെ ഈ തൈകളുണ്ടായത് പിന്നെ പറിച്ച് നട്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഇതുണ്ടല്ലേ, ഇതൊക്കെ പുതിയ തൈകൾ ഉണ്ടാവുകയാണെങ്കിൽ വന്ന് എല്ലാ പിന്നെ ഈ ചട്ടിയിലും പിന്നെ തൈകളുണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു വലിയ സന്തോഷമാണ് നമുക്ക്. ഈ പുതിയ തൈകൾ കണ്ടില്ല, ഇത് പുതിയ തൈയാണ്. അങ്ങനെ എല്ലാ നമ്മൾ അധിക ചട്ടിയിലും ഒരു 80% ചട്ടികളും നമുക്ക് പുതിയ പിന്നെ ഓർക്കിഡിൻ്റെ തൈകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ തൈകൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് കണ്ടോ, ഇതൊരു പുതിയ തൈയാണ്. നമുക്ക് അടിയിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തൈയാക്കി ചട്ടിക്ക് മാറ്റി നടാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് വേര് വരണുള്ളൂ, ഇതൊരു പുതിയ തൈയാണ്. അങ്ങനെ എല്ലാം നമ്മൾ ഏകദേശം ഒട്ടുമിക്ക പിന്നെ ഓർക്കിഡിനും തൈകൾ ഇതുണ്ടല്ലോ ഇതിന് വന്ന് ഇതൊക്കെ നമ്മൾ ഇതുപോലുള്ള സ്റ്റെമ്പ് പിന്നെ ഉണ്ടല്ലോ നമ്മൾ വരച്ച് കളയണ പിന്നെ രൂപത്തിലുള്ള പിന്നെ അത് നമ്മൾ പിന്നെ ചെയ്തതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മളങ്ങനെ ഒരു ചെറിയൊരു ആടിയിലൊരു മഞ്ഞ കളർ ഉണ്ടല്ലേ, അങ്ങനത്തെ ഒരു പീസിൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ചട്ടിയിൽ വെച്ചിട്ട് പിന്നെ അപ്പോൾ അത് പിന്നെ തയ്യാകുകയാണത്. അങ്ങനെ ഇതിന് ഏത് പിന്നെ സ്റ്റെമ്പ് നമ്മൾ കളയേണ്ട കാര്യമില്ല കേട്ടോ. ഇതൊക്കെ പിന്നെ കളയാന്ന് വെച്ചത് നമ്മൾ കളയാൻ വെച്ചിരുന്ന ഇത് കണ്ടില്ലേ. ഇപ്പോൾ ഈ ഒരു ഇതിപ്പോൾ കാണുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ വേരുണ്ടോ, എത്ര വലിയ വേരാണ് അതിലുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കളയാൻ വേണ്ടി നമ്മൾ പുതിയ തൈ പോട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ സ്റ്റെമ്പുകൾ ഇങ്ങനെ ഉണ്ടാവും ബാക്കി വരുന്നത്. അത് നമ്മൾ വെച്ചതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ തൈകൾ കിട്ടുന്നത് കേട്ടോ. ഇതൊക്കെ പുതിയ തൈയാണ്. അങ്ങനെ ഓരോ സ്റ്റെമ്പിനും ഇത് തൈ ഉണ്ടാവും. അപ്പോൾ ഈ ഓർക്കിഡ് പിന്നെ റീപോർട്ട് ചെയ്യണവർ അതാദ്യം ശ്രദ്ധിക്കുക, നമ്മൾ കളയാൻ പാടില്ല. ഇതിൻ്റെ എന്തുണ്ടെങ്കിലും നമ്മൾ ചെറിയൊരു പീസാണെങ്കിലും അത് ചെടി അതിലവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും അത് പിന്നെ ഒരു ഓർക്കിഡിൻ്റെ ഒരു തൈ നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനത്തെ ഈ ഒരു റൗണ്ട് ഷേപ്പ് ഇത് പഴയ ചട്ടികളാണ് കേട്ടോ. പിന്നെ നമ്മൾ പുതിയ ചട്ടികൾ വാങ്ങിയതാണിപ്പോൾ, പിന്നെ സ്റ്റാൻഡ് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കാണുന്നത്. ഈ ഭാഗത്ത് കാണുന്ന ഇതൊക്കെ നമ്മൾ പിന്നെ ഇപ്പോൾ പുതിയത് വാങ്ങിയതാണ്. ഇത് വലിയൊരു കളറ് ഒന്നുമില്ലെങ്കിലും ഇത് ബലമുള്ള ചട്ടി ആയതുകൊണ്ടാണ് ഇതെന്നെ ആക്കിയത് കേട്ടോ. റൗണ്ട് ഷേപ്പ് ഉണ്ട്, പിന്നെ കുറച്ച് നീള ഷേപ്പ് ഉണ്ട്, അങ്ങനെ പല ഷേപ്പ് ഇതുണ്ട്. ഈ ഓർക്കിഡാണ് നമുക്ക് ഏറ്റവും പിന്നെ കാണാൻ ഭംഗിയുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പിന്നെ പൈപ്പിൽ നിന്ന് ആസ്പെറ്റോസിൻ്റെ പൈപ്പിൽ നിന്ന് സിമെൻറ്റ് പൈപ്പ് പറഞ്ഞില്ലേ, അതിന് നമ്മൾ പിന്നെ പറിച്ച് പിന്നെ വെച്ചതാണ് കേട്ടോ. അത് വേറെ ചട്ടിയിൽ ഇവിടെ ഒന്നാക്കിയിട്ടുണ്ട്, ഇവിടെ ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഇത് 3 സൈസ് കളറാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് ഇത് ഒക്കെ ഡിഫറൻ്റാണ് കണ്ടിട്ട്. പക്ഷേ ഈ പിന്നെ ഈ ചെടിയും ഒരേ ചെടിയാണ് കേട്ടോ. ഇത് കളറിന് മാറ്റം കാണാം. ഇത് നമ്മൾ പിന്നെ തണലിൽ വെച്ചതുകൊണ്ടാണ് ഈ കുറച്ച് വെള്ള ഷെയ്ഡ്. ഇത് പിന്നെ ഒരു കുറച്ച് വയലറ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ പിന്നെ കളർ ചേഞ്ച് മനസ്സിലാവും. അപ്പോൾ ഇത് ആരും നഴ്സറിയിലോ കണ്ടിട്ട് ഇങ്ങനത്തെ 2 കളറുണ്ടെങ്കിൽ 2 കളറാണ് വിചാരിച്ച് നമ്മൾ എടുക്കരുത് കേട്ടോ. ഇതാണ് ഇത് ഇങ്ങനത്തെ ഒരു കളറും ഇതൊരു കളറുമാണ്. ഈ സാധനം ഇതും ഒരേ കളറാണ്. അപ്പോൾ അതിന് വലിയൊരു മാറ്റമൊന്നുമില്ല. അപ്പോൾ പിന്നെ അത് നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മളെ ആഗ്ലോണിമൻ്റെ തൈകൾ നല്ല ഉഷാറായിട്ട് നമ്മളിവിടെ തന്നെ തൈകൾ ഉണ്ടാക്കിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ തൈകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ തൈയുണ്ട്. ഇതൊക്കെ ചെറിയ ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ.
ഇതങ്ങനെ നല്ല ബലമുള്ള ഇതാണ്, അതിന് നശിച്ചു പോവുകയൊന്നുമില്ല, അതിങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് പൊട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് വേണ്ടിയില്ല, നമ്മളടുത്ത് ഒരുപാട് കളറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ ഉണങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് കയറി ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളിവിടെ കുറച്ച് വിട്ട് നിന്നപ്പോൾ, ഫാമിലി വിട്ട് നിന്നപ്പോൾ നനൻ്റെ ഒരു പ്രശ്നം വന്ന് അങ്ങനെ പോയതാണ്. 10-14 കളർ ഈ ചെടികളുണ്ടായിരുന്നു നമ്മളടുത്ത്. അതുപോലെ തന്നെ ഈ ചേമ്പിന് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഇലക്കൊന്നും ഒരു കേടുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിനുണ്ടില്ല, ഇതിൻ്റെ ഈ ഇവിടെ തന്നെ ഒരു ചെറിയൊരു കേടിങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചേമ്പ് കണ്ടില്ലേ, ഇതിന്മേൽ ഒരു പൂവുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ കണ്ടില്ലേ, അടിയിൽ ഇങ്ങനെ ഒരു കായൻ്റെ മാതിരി. ഇത് എന്താണെന്ന് നമുക്ക് അത്ര ഇതിന് കായും പൂവും ഇലയൊക്കെ പാടെ ഒന്നിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ തൈ ഉണ്ടാവുകയെന്ന് നമ്മളിപ്പോൾ അതിനൊന്ന് പറിച്ച് നട്ടെങ്കിലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതൊരു വിത്തിൻ്റെ മാതിരിയാണ് കേട്ടോ. അത് നമ്മളൊന്ന് ഒന്ന് സാമ്പിൾ ചെയ്യുക, ഇത് എന്ത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് പിന്നീട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു വിത്തിൻ്റെ മാതിരിയാണ്. ഇത് ചിലപ്പം കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൈ ആകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളത് ഒന്ന് മണ്ണിൽ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ പിന്നെ കാണിച്ചു തരണ്ട കേട്ടോ. ഇതാണ് ഇതിന്മേലുള്ള ഇതാവാൻ സാധ്യത. ഇതൊരു വിത്തിൻ്റെ മാതിരിയാണിത്. ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇതൊരു നല്ല ഉറപ്പുണ്ട്, ഇത് തന്നെ വിത്ത് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇതിവിടെയൊക്കെ ഇതിലിങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഇതിൻ്റെ വിത്തുകളാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ഞാൻ അവിടെ വീണ് വേറൊരു തൈ ആകാൻ സാധ്യത ഉണ്ട്. നമ്മൾ ഏതായാലും മണ്ണിലിട്ട് വെക്കുകയാണ് കേട്ടോ. ഇത് ഒരുപാട് ഇതുണ്ട്. ചിലപ്പോൾ പക്ഷേ ഇത് വിത്താവും, മുളക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഞാനൊരു ചട്ടിയിൽ സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ റിസൾട്ട് ഞാൻ എന്താണ്, അത് തൈയാവോ എന്താ ഞാൻ പിന്നീട് കാണിച്ചു തരണ്ട കേട്ടോ. അപ്പോൾ ഏതായാലും ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ അതിൻ്റെ ഇതറിയാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ ബോൾസ. ഇത് ഇവിടെ ഒരു 3 കളറാണ് ഉള്ളത് കേട്ടോ. ഇതൊരു കളറാണ്, ഇതൊരു കളറ്, ഇതൊരു കളർ, അങ്ങനെ ഒരു 3 കളർ നമ്മൾ ബോൾസ് നമ്മളെടുത്തുണ്ട്. ബോൾസ് നല്ല തണലുള്ള സ്ഥലത്ത് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ചൂടുള്ള വെയിലുള്ള സ്ഥലത്തൊന്നും ഇത് ഉണ്ടാവണില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറഞ്ഞൊരു തണലാണ്. പക്ഷേ നമ്മളപ്പുറത്ത് ഒരു ചെടി അടിയിൽ ഉണ്ടായിട്ടുണ്ട്, പിന്നെ നിലത്ത് അങ്ങനെ വെറുതെ ഉണ്ടായിട്ടുണ്ട്. അത് നല്ല ഉഷാറായിട്ട് വളരുന്നുണ്ട് കേട്ടോ. അതായത് സിസിമളാൻ്റെ നമ്മളിത് ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല ഉഷാറായിട്ടുണ്ട്. കുറഞ്ഞൊരു വെയിൽ ഇത് വേണേന്, ഇത് വല്ലാത്ത തണലിലായി പോയിട്ട് ആ ഒരു പ്രശ്നം ഇതിനുണ്ട്. ഇതൊക്കെ ഇവിടെയുള്ള ചെടികളൊക്കെ നമ്മൾ തണലിൽ വളരുന്ന ചെടികളാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ തണലത്ത് ഇത് വെച്ചിട്ടുള്ളത്. ഈ കാർ ഷെഡിൽ ഇതിന് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിൽ ഒരു വെയിൽ പ്രകാശം കിട്ടുന്നുണ്ട്. അങ്ങനെ പുറത്ത് ഒരു കുറഞ്ഞ ഇതുണ്ടായതുകൊണ്ടാണ് ഇതിങ്ങനെ വലുതാണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് വെയിൽ കൊള്ളുന്നിടത്താണെങ്കിൽ ഇത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ അഗ്ലോണിമ പറഞ്ഞ ഈ ഭാഗത്ത് വെച്ച ചെടികളൊക്കെ നമ്മൾ തണൽ ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഭാഗത്ത് ഇത് കണ്ടില്ല, ഇതൊക്കെ നമ്മൾ ഇൻഡോർ ആക്കി വേണമെങ്കിൽ വെക്കാം. പക്ഷേ ഇടയ്ക്ക് നമ്മളിത് ഒരു ഈ വെയിൽ കൊള്ളിക്കൽ നിർബന്ധമാണ്. ഈ ഭാഗത്ത് ഇത് കണ്ടില്ലേ, ഈ ചെടി ഇത് വലിയ കുഴപ്പമില്ലാതെ വളരുന്ന ചെടികളാണ് ഇവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിന് തണൽ ഉണ്ടായതുകൊണ്ടാണ് ഇത് ഇത്ര ഉഷാറായിട്ടുണ്ടാവുന്നത് കേട്ടോ. നല്ല തണൽ വേണം. ഈ അഗ്ലോണിയം ആണെങ്കിലും ഇവിടെ ഈ വെച്ച ചെടികളൊക്കെ തണലുണ്ടാവണം. പക്ഷേ ഇത് തണൽ വേണ്ട കേട്ടോ. ഇത് നമ്മൾ ഈ ചെടി നമ്മൾ ഒന്ന് പിരിച്ച് വെച്ചതുകൊണ്ടാണ് ഈ ചെടി ഇപ്പോൾ തണലിൽ വെച്ചിട്ടുണ്ട്. അത് പിടിക്കോളം നമ്മൾ അവിടെ വെക്കും, എന്നിട്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് മാറ്റും കേട്ടോ. അല്ലെങ്കിൽ അതാണ്ട് ഉണങ്ങി പോകുമല്ലോ. ഏത് ചെടി നമ്മൾ പുതിയത് വെക്കുമ്പോൾ തണലിലാണ് വെക്കുന്നത്. അത് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് അവിടുന്ന് മാറ്റും കേട്ടോ. അപ്പോൾ ബോൾസ കണ്ടില്ലേ, ഇത് നമ്മൾ ഇത് വെറുതെ ഇവിടെ മുളച്ചുണ്ടായതാണ് കേട്ടോ. പക്ഷേ ഇതിന് പറ്റിയൊരു കാലാവസ്ഥയാണ് ഇവിടെ. നല്ല തണുപ്പ്. അതുപോലെ തന്നെ മുകളിൽ നമ്മൾ പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. കേട്ടില്ല, അവിടെ ചിരങ്ങ ഉണ്ടാവുന്നുണ്ട് കേട്ടോ.
ഈ പച്ചക്കറി പിന്നെ ചിരങ്ങ ഒന്നല്ല ഇവിടെ 2 ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ പച്ചക്കറി ഉണ്ടാകുന്ന പിന്നെ ഇത് നമ്മൾ പന്തലിട്ടപ്പോൾ ഒരു തണലുണ്ടായതുകൊണ്ടാണ് ബോൾസ് അങ്ങനെ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ടുപോകണില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.